നമുക്കേ ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് കൺഫ്യൂഷൻ ഒന്ന് ഒഴിവാക്കണമായിരുന്നു. കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. എന്താണ് പ്രോബയോട്ടിക്, എന്താണ് പ്രീബയോട്ടിക്? ഇതിൽ ഞാൻ ആദ്യമായി പറഞ്ഞുതരാൻ പോകുന്നത്, അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതും പ്രോബയോട്ടിക് എന്താണെന്നാണ്. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയസ് ആണ്. നമ്മുടെ കുടലിൽ ധാരാളം ബാക്ടീരിയസ് ഉണ്ട്. അതായത് ഏകദേശം 100 ട്രില്യൺ ബാക്ടീരിയസ് ഉണ്ട്. 100 ട്രില്യൺ വെച്ചാൽ ഒന്നും ഒരു 15 പൂജ്യം വരുന്ന അത്രയും ഹ്യൂജ് ഒരു നമ്പർ ഓഫ് ബാക്ടീരിയസ് നമ്മുടെ വയറിനകത്തുണ്ട്. ഈ ബാക്ടീരിയസ് ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സഹായിക്കുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനും ഏകദേശം നമ്മുടെ മൂഡ് വരെ എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് ഈ ബാക്ടീരിയസിന് ഒരു വലിയ പങ്കുണ്ട്. അപ്പൊ എത്രത്തോളം നല്ല ഗട്ട് ബാക്ടീരിയസ് നമ്മുടെ വയറിലുണ്ടോ അത്രത്തോളം ആ വ്യക്തി ഭയങ്കര ഹെൽത്തി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാക്ടീരിയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. ഇനി അറിയേണ്ടത് എന്താണ് പ്രീബയോട്ടിക് എന്നാണ്. ഈ പ്രീബയോട്ടിക് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ പ്രോബയോട്ടിക് കുറേ ചെടികളായിട്ട് കണക്കാക്കിയാൽ, നമ്മൾ കുറേ ചെടികൾ ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് വളവും വെള്ളവും ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ ചെടികൾ വളരത്തില്ല. അതുപോലെ തന്നെയാണ് പ്രീബയോട്ടിക്കിന്റെ കാര്യം. പ്രീബയോട്ടിക് നമ്മുടെ വയറ്റിൽ അധികം ഉണ്ടായി. പ്രീബയോട്ടിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അധികം ദഹിക്കാത്ത അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫൈബറാണ് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞത്. ഈ ഫൈബറുകളാണ് ആദ്യം നമ്മൾ പറഞ്ഞ ബാക്ടീരിയസുള്ള ആഹാരമായിട്ട് മാറുന്നതും അവർക്ക് ജീവിക്കാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഈ ഫൈബർ നമ്മുടെ ഉള്ളിൽ പോയിട്ടില്ലെങ്കിൽ, ഫൈബർ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പ്രീബയോട്ടിക് ഉള്ളിൽ പോയിട്ടില്ലെങ്കിൽ ഈ ബാക്ടീരിയസിന് വളരാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും കൃത്യമായ ബാലൻസിലാണെങ്കിൽ മാത്രമേ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഒരുപാട് ആളുകൾ പ്രോബയോട്ടിക്കിന് വേണ്ടി ഒരുപാട് സപ്ലിമെന്റ്സും ഫുഡും കഴിക്കാറുണ്ട്, എന്നാൽ പ്രീബയോട്ടിക്കിനെ അവോയ്ഡ് ചെയ്ത് കളയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കഴിക്കുന്ന ബാക്ടീരിയ വയറിൽ പോയി ചത്തുപോകും. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിരിക്കണം. ഇതിന് രണ്ട് എക്സാമ്പിളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രോബയോട്ടിക്കിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പുളിപ്പുള്ള എല്ലാ സാധനങ്ങളിലും പ്രോബയോട്ടിക് ഉണ്ട്. ഇപ്പോൾ അധികം പുളിക്കാത്ത തൈരിലും വൈൻ അല്ലെങ്കിൽ അച്ചാറുകൾ, ഏറ്റവും നല്ലത് നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി ഫൈബറുള്ള ഫുഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബനാന അല്ലെങ്കിൽ വെജിറ്റബിൾസ്, അങ്ങനെയുള്ള പല സാധനങ്ങൾ, നമ്മുടെ ഓട്സ്, ഇതിലേക്കുള്ള ഫൈബറുകൾ നല്ലൊരു പ്രീബയോട്ടിക്കാണ്.